ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് സൂറത്തിലേക്ക് പോവാണ്. സൂറത്ത് ഗുജറാത്തിലേക്ക് പോണ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും ഹസ്സും കൂടിയിട്ടാണ് പോണത്. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വേഗം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ടാക്സിയിലാണ് നെടുമ്പാശ്ശേരിയിലേക്ക് പോയത്. നെടുമ്പാശ്ശേരിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിലാണ് പോണത്. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ സൂറത്തിലേക്കുള്ള ഫ്ലൈറ്റാണ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തി. ഇതേ ഫ്ലൈറ്റൊക്കെ കയറി ഇതിലൊക്കെ നല്ല സന്തോഷത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പോണു, ചേട്ടൻ്റെ പിന്നെ അല്ല ഞാനും പോണു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന്, എനിക്ക് ആണെങ്കിൽ തീരെ വയ്യാണ്ടായിട്ടാ വെയിറ്റ് ചെയ്തിരുന്ന് എൻ്റെയും ഇതിൻ്റെയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ദേ ഇപ്പോൾ സൂറത്തിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇനി കാണേണ്ടത്. അപ്പോൾ നല്ലൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് മലയാളിയായിട്ടുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ആൾ വന്നു. ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും ദേ ആളുടെ വണ്ടി ഞങ്ങളങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ നല്ലൊരു കേരള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി കേരള ഫുഡ് തന്നെ വാങ്ങിച്ചു. എന്നിട്ട് ഞാനും ചേട്ടനും കൂടിയിട്ട് ഹോട്ടലിൽ പോയിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഒരു ദിവസത്തെ ഇതാണ്. ഇനി അടുത്തത് നാളെ പർച്ചേസിങ്ങിന് പോകണം. അപ്പോൾ ആ വീഡിയോ ഞാൻ